കുട്ടികളിൽ പ്രത്യേകിച്ച് 5 വയസ്സിന് താഴെ സാധാരണയായി കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ. ഇത് ചിലപ്പോൾ അലർജി കൊണ്ടാവാം, അല്ലെങ്കിൽ ന്യൂമോണിയ, നമുക്കറിയാം ശ്വാസകോശത്തിൽ പഴുപ്പ് വരുന്ന ന്യൂമോണിയ ആവാം, അല്ലെങ്കിൽ ആസ്മ, അങ്ങനെ പലതരത്തിലൊക്കെ ഉണ്ടാവാം. ഈ ആഴ്ചത്തെ സ്റ്റെതസ്കോപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികളിലെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ചാണ്. ഏവർക്കും സ്വാഗതം. കുട്ടികളിലെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ച് കൂടുതലായി പറഞ്ഞുതരാൻ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഡോക്ടർ ഫൈസൽ എൻ, പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പീഡിയാട്രിക്സ്. വെൽക്കം ടു ദി പ്രോഗ്രാം. സർ, ഫസ്റ്റ് ഓഫ് ഓൾ എന്തൊക്കെയാണ് കുട്ടികൾ സാധാരണയായി കാണുന്ന റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്? ആസ്മ, ന്യൂമോണിയ, അതേപോലെ ചെറിയ കുട്ടികൾക്കുണ്ടാകുന്ന ബ്രോങ്കിയോലൈറ്റിസ്, ക്രൂപ്പ് എന്ന അസുഖം, ഇതേപോലെ തന്നെ മറ്റു കുട്ടികൾക്കുണ്ടാകുന്ന വേറെ പ്രശ്നങ്ങളായിട്ടുള്ള ടോൺസിലിനുള്ള പഴുപ്പ്, ഫരിഞ്ചോ ടോൺസിലൈറ്റിസ്, അതേപോലെ ചെവികൾക്കുണ്ടാകുന്ന പഴുപ്പ്, ചെവികൾക്ക് വരുന്ന പഴുപ്പ്, ഓട്ടൈറ്റിസ് മീഡിയ, ഇതിന് പുറമെയാണ് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന കോമൺ കോൾഡ്. ഇത്രയും പ്രധാനപ്പെട്ട അസുഖങ്ങളാണ് കുട്ടികൾക്ക് കാണുന്നത്. ഇതിൽ തന്നെ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന കഫക്കെട്ട് എന്ന് നമ്മൾ പറയുന്ന അസുഖം പ്രധാനമായിട്ടും ആസ്മ, ന്യൂമോണിയ എന്നീ അസുഖങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. സർ, നമുക്ക് ആദ്യം തന്നെ ആസ്മയിലേക്ക് പോവാം. എന്താണ് ഈ ആസ്മ എന്ന് പറഞ്ഞ ഒരു അവസ്ഥ? ആക്ച്വലി നമുക്ക് ജീവൻ നിലനിർത്താൻ ഓക്സിജൻ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഓക്സിജൻ, അന്തരീക്ഷ വായു നമ്മുടെ ശ്വാസകോശങ്ങളിൽ എത്തുന്നതിന് മൂക്ക് വഴി, തൊണ്ട വഴി, ശ്വാസനാളികൾ വഴി അകത്തേക്ക് വന്ന് നമ്മുടെ ശ്വാസകുമിളകൾ വഴി അത് രക്തത്തിലോട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അതേപോലെ രക്തത്തിലുള്ള അശുദ്ധവായു, അതായത് കാർബൺ ഡയോക്സൈഡ്, ഇതുവഴി പുറത്തേക്ക് പോകുന്നു. ആസ്മയുള്ള ഒരു കുട്ടിക്ക് ഈ പ്രക്രിയ സുഗമമായി നടക്കാതെ വരുന്നു. അതെങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾ സാധാരണയായിട്ട് ഇതാണ് ശ്വസന നാളം എന്ന് നമ്മൾ കരുതുക. ഇത് അതിൻ്റെ ഒരു വലിയ രൂപമാണ്. ഇത് സാധാരണഗതിയിൽ ഒരു കുട്ടിയുടെ ശ്വസനാളം ഇതേപോലെ ഇരിക്കും. സുഗമമായിട്ട് ഓക്സിജൻ അല്ലെങ്കിൽ വായു കടത്തിവിടുന്ന സംവിധാനമാണ് ഇതിലുള്ളത്. എന്നാൽ ചില ആസ്മയുള്ള കുട്ടികളിൽ ഇത്തരം പ്രതിപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ശ്വാസനാളത്തിന് ചുറ്റുമുള്ള പേശികൾ ചുരുങ്ങിപ്പോവുകയും ശ്വാസനാളം കൂടുതൽ ഇറുകിപ്പോവുകയും ശ്വാസപ്രവാഹം, വായുപ്രവാഹം ബുദ്ധിമുട്ടുള്ളതാവുകയും ചെയ്യും. ഇതിന് പുറമെ ശ്വാസനാളത്തിൽ വഴുവഴുപ്പുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സെക്രീഷൻ, ഒരു മ്യൂക്കസ് എന്ന് പറയും, അത് കൂടുതലായി ഉൽപ്പാദിപ്പിക്കുകയും ഈ പ്രവർത്തനത്തെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ആസ്മയുടെ ലക്ഷണങ്ങൾ കാണുന്നത്. സാധാരണയായിട്ട് ചുമ, വലിവ്, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഇങ്ങനെയുള്ള കുട്ടികളിൽ വളരെ പെട്ടെന്ന് കാണാവുന്നതാണ്. ആസ്മ എന്ന അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് മറ്റു അസുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? ഇടയ്ക്കിടയ്ക്കുണ്ടാവുന്ന ചുമ, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ, അതേപോലെ അതിരാവിലെ അധികരിക്കുന്ന ചുമ, അതേപോലെ ശ്വാസം മുട്ട്, കുട്ടികൾക്ക് വലിവ് അനുഭവപ്പെടുന്നു. ഇതും രാത്രി കാലങ്ങളിലും അതിരാവിലെയാണ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇതിനു പുറമെ വലിയ കുട്ടികൾ കായിക അഭ്യാസങ്ങളിലോ അല്ലെങ്കിൽ കളികളിലോ ഏർപ്പെടുമ്പോൾ അവർക്കും ഇത്തരത്തിലുള്ള ചുമയും ശ്വാസമുട്ടും അനുഭവപ്പെടുന്നത് ലക്ഷണമാവാം. അതേപോലെ തന്നെ നമ്മൾ ചെറിയ കുട്ടികൾ പാല് തരിപ്പിൽ പോയി ഇടയ്ക്കിടയ്ക്ക് ശ്വാസമുട്ട് പോലുള്ള ലക്ഷണങ്ങൾ വരുന്നത് ആസ്മയുടെ ലക്ഷണങ്ങളാവും. ഇനി ആസ്മയുടെ ലക്ഷണങ്ങൾ ചില കുട്ടികൾ ചുമ മാത്രമായിട്ട് കാണാറുണ്ട്. അതിനെ നമ്മൾ കോഫ് വേരിയൻ്റ് ആസ്മ എന്നാണ് പറയുന്നത്. ഇത് മിക്കവാറും രാത്രി കാലങ്ങളിലാണ് ഉണ്ടാവാറ്. അതെ. അതേപോലെ തന്നെ ചില കുട്ടികളിൽ നമ്മൾ ചൂളമടിക്കുന്ന ശബ്ദം കേൾക്കാം ശ്വസിക്കുമ്പോൾ. അതേപോലെ ശബ്ദം കുറുകുറുത്ത പോലെ ആവുന്നു. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ കുട്ടികൾ എണീറ്റിരുന്ന് ചുമക്കുകയും ഇങ്ങനെയുള്ള സൗണ്ട് അല്ലെങ്കിൽ ശബ്ദം നമ്മൾ കേൾക്കുകയും ചെയ്താൽ മിക്കവാറും അത് ആസ്മയാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ആസ്മയുടെ. നമ്മുടെ ശ്വസനവ്യൂഹം, ഇപ്പോൾ ഒരു കുട്ടിയുടെ ശ്വസനവ്യൂഹം ഇതേപോലെ ആയിരിക്കും. അന്തരീക്ഷത്തിലുള്ള വായു നമ്മുടെ മൂക്ക്, തൊണ്ട വഴി നമ്മുടെ ശ്വസന നാളികളിലേക്ക് എത്തി അവിടെ നിന്നും ശ്വാസകോശത്തിലുള്ള ചെറിയ അറകളിലേക്ക് പോകുന്നു. ഇതാണ് ഒരു ശ്വസന നാളി, അല്ലെങ്കിൽ വായുനാളി എന്ന് പറയുന്നത്. ഇത് ആസ്മ ഇല്ലാത്ത കുട്ടികളുടെ വായുനാളിയാണ്. ഇനി ആസ്മ വന്നു കഴിയുമ്പോൾ ഇതിലെ അടയുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ചുറ്റുമുള്ള പേശികൾ ചുരുങ്ങിപ്പോയിട്ട് അവിടെ നിന്ന് ഒരു വഴുവഴുപ്പുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കുകയും ഈ വായുനാളി വളരെ ചുരുങ്ങിപ്പോവുകയും ശ്വസനഗമനം വളരെ ബുദ്ധിമുട്ടുള്ളതാവുകയും തീരും. ഇതാണ് നീര് വന്ന വായുനാളി. നിങ്ങൾക്കിവിടെ കാണാം. ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഈ
വായുനാളിയുടെ വ്യാസം. അതുകൊണ്ട് ഇത് കുട്ടികളിൽ വളരെ പെട്ടെന്ന് തന്നെ ലക്ഷണങ്ങൾ ഉണ്ടാക്കും, വലിയ ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി. കാരണം അവരുടെ വായുനാളിക്ക് വ്യാസം വളരെ കുറവായതുകൊണ്ട് ഈ പ്രോബ്ലം വരുമ്പോൾ വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് തടസ്സവും ശ്വാസം മുട്ടും ചുമയും ഉണ്ടാകുന്നു. ഇതാണ് ആസ്മയിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറയണ്ടായല്ലോ പ്രേരക ഘടകങ്ങൾ, ചില പ്രേരക ഘടകങ്ങൾ ആസ്മ ഇതിന് ട്രിഗേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. എന്തൊക്കെയാണ് ട്രിഗേഴ്സ്? ഈ പ്രേരക ഘടകങ്ങൾ ഓരോ കുട്ടിക്കും വ്യത്യാസമായിരിക്കും. അവരുടെ ജനിതക സ്വഭാവം വെച്ചിട്ടും അതേപോലെ പ്രതിരോധ വ്യവസ്ഥ അനുസരിച്ചും അവരുടെ പ്രതികരണം വ്യത്യാസമായിരിക്കും. പക്ഷേ സാധാരണയായിട്ട് നമ്മൾ കാണുന്ന പ്രേരക ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. പ്രത്യേകിച്ച് അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന ക്ലീനിങ് ഉൽപ്പന്നങ്ങളുടെ സ്മെല്ല്, രൂക്ഷഗന്ധം, അതേപോലെ ബോഡി സ്പ്രേ, പൗഡർ, അതേപോലെ വീട്ടിൽ വളർത്തു മൃഗങ്ങളുടെ രോമങ്ങൾ, പക്ഷികളുടെ തൂവലുകൾ, ഇതൊക്കെയാണ് സാധാരണയായിട്ട്. ഇതിന് പുറമെ സിഗരറ്റ്, ബീഡി എന്നിവയുള്ള പുക, നമ്മുടെ മോട്ടോർ വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുക, പൊടിപടലങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളും ട്രിഗേഴ്സായിട്ട് കാണാറുണ്ട്. ഇതിന് പുറമെയാണ് ചില കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും ട്രിഗേഴ്സായിട്ട്. അതെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കഠിനമായിട്ടുള്ള ചൂട് അനുഭവപ്പെടുകയാണ്, ഇതും ഒരു ട്രിഗറാണ്. സാധാരണഗതിയിൽ നമ്മൾ തണുപ്പ് കാലത്ത് ആസ്മ കൂടുമെന്ന് പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ ചൂട് കാലമായതുകൊണ്ട് ഇപ്പോൾ കുട്ടികൾക്ക് നിർജ്ജലീകരണം സംഭവിക്കാം. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വായുനാളിയുടെ ഉള്ളിലുള്ള ചെറിയ സ്രവങ്ങളുണ്ട്, ഈ വായു സഞ്ചാരം സുഗമമാക്കുന്നതിന്. അത് ഡ്രൈഡായിപ്പോയി, അത് ഇല്ലാതായി ശുഷ്കിച്ച് അതുതന്നെ ഒരു ട്രിഗറായിട്ട് ശ്വാസനാളം അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കാലാവസ്ഥയിൽ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടാണ് ഇത് ചില കുട്ടികൾ മാത്രം കണ്ടുവരുന്നത്, എല്ലാ കുട്ടികൾക്കും വരുന്നില്ലല്ലോ ആസ്മ? അതെ, സാധാരണയായിട്ട് ആസ്മ പാരമ്പര്യമായിട്ട് ചില കുടുംബങ്ങളെ ബാധിക്കാറുണ്ട്. അത് മിക്കവാറും ആസ്മ മാത്രമല്ല, അലർജി പോലുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് എക്സിമ, തൊലിപ്പുറത്തുണ്ടാകുന്ന അലർജികൾ, അതേപോലെ നമ്മുടെ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന തുമ്മൽ, മൂക്കടപ്പ്, ഇങ്ങനെയുള്ള അടുത്ത കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് ഇങ്ങനെയുണ്ടെങ്കിൽ ഈ കുട്ടിക്കും ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആസ്മ ഒരു പകർച്ചവ്യാധിയല്ല. ഒരു കുട്ടിയിൽ നിന്നും മറ്റൊരു കുട്ടിയിലേക്ക് ആസ്മ പകരില്ല എന്ന കാര്യം പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് വരുന്നത്? ആസ്മ ചികിത്സിക്കുമ്പോൾ 4 ഘടകങ്ങളായിട്ടാണ് പറയാറുള്ളത്. പീരിയോഡിക് മോണിറ്ററിങ് ആൻഡ് അസസ്മെൻറ്റ്, അതായത് കുട്ടിയെ വളരെ റെഗുലറായിട്ട് നിരീക്ഷിച്ച് ആ കുട്ടിയുടെ ആസ്മ നിയന്ത്രണ വിധമായോ എന്ന് നമ്മൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ട്രിഗേഴ്സ് അഥവാ പ്രേരക ഘടകങ്ങൾ, ഇത്തരം പ്രേരക ഘടകങ്ങൾ ഏതാണ് ഈ കുട്ടിക്ക് ഉണ്ടാവുന്നത് എന്ന് കണ്ടെത്തി അതിൽ നിന്നും കുട്ടിയെ മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതാണ് രണ്ടാമത്. മൂന്നാമതായി വരുന്നതാണ് നമ്മുടെ മരുന്നുകൾ, ഫാർമക്കോതെറാപ്പി. നമ്മൾ ഇതിനെക്കുറിച്ചുള്ള അവബോധം പാരൻസിന് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് നൽകേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെയാണ് ആസ്മ, എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ചികിത്സ, എത്ര കാലം ചികിത്സിക്കണം. അപ്പോൾ രക്ഷിതാക്കൾ ആസ്മയ്ക്ക് വേണ്ടി ഒരു ഡയറി അവർ കയ്യിൽ വെക്കേണ്ടതാണ്. ഈ ഡയറിയിൽ അവരുടെ കുട്ടികൾക്കുണ്ടാകുന്ന എത്രമാത്രം ആസ്മ, എത്ര പ്രാവശ്യമുണ്ടായി ഒരു മാസത്തിൽ, എത്ര പ്രാവശ്യം സ്കൂളിൽ നിന്ന് വിട്ടുനിന്നു, എത്ര പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ആസ്മ ഡയറിയിൽ ഇതെല്ലാം, പുതിയ മരുന്നുകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തേണ്ടതാണ്. അവരുടെ കുട്ടിക്ക് രാത്രികാലങ്ങളിൽ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി ഒരു കൂട്ടായ്മയിലൂടെ ആണ് ഈ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതാണ് രക്ഷിതാക്കൾക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ വേണം. അതെ. ഇനി നമുക്ക് ആസ്മയെക്കുറിച്ചുള്ള മരുന്നുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മരുന്നുകൾ വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുകളുണ്ട്. ഈ മരുന്ന് ശ്വാസകോശത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ ഡിവൈസുകളുണ്ട്. എന്താണ് ഇതിൻ്റെ ഉപയോഗം? നമ്മൾ സാധാരണയായിട്ട് കുടിക്കുന്ന മരുന്നുകൾ തന്നെയാണ് ഈ ഇൻഹേലർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇൻഹേലർ, മീറ്റർ ഡോസ് ഇൻഹേലർ ഉണ്ട്, ഡ്രൈ പൗഡർ ഇൻഹേലർ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു മീറ്റർ ഡോസ് ഇൻഹേലറാണ്. ഈ മീറ്റർ ഡോസ് ഇൻഹേലർ ഇതിൽ കംപ്രസ് ചെയ്തിട്ട് മരുന്ന് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ കാനിസ്റ്റർ ഷെയ്ക്ക് ചെയ്ത് പ്രസ് ചെയ്യുമ്പോൾ ഈ മരുന്ന് നേരിട്ട് ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണ് ഇങ്ങനെയുള്ള ഇൻഹേലേഴ്സ്. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണയായിട്ട് മരുന്ന് കുടിക്കുമ്പോൾ, ഇത്തരം മരുന്നുകൾ സേവിക്കുമ്പോൾ അത് നമ്മുടെ രക്തത്തിൽ കലർന്ന് മറ്റുള്ള അവയവങ്ങളിൽ എത്തി വളരെ ദൂരം സഞ്ചരിച്ച് രക്തത്തിൽ കലർന്ന് ശ്വാസകോശത്തിൽ എത്തുമ്പോൾ വളരെ ചെറിയ അംശത്തിലേ അത് ഉണ്ടാവുള്ളൂ. എന്നാൽ അത്തരം മരുന്നുകൾ അതേ രീതിയിൽ നേരിട്ട് ശ്വാസകോശത്തിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമാണ്. അതുകൊണ്ട്
വളരെ കുറച്ച് പാർശ്വഫലങ്ങളെ ഇത്തരം മരുന്നുകൾക്കുള്ളൂ. ഈ സ്റ്റിറോയിഡ്സിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഇത് യൂസ് അതെ, ചെയ്ത് സ്റ്റിറോയിഡ്സ് നമ്മൾ പറയുന്നത് ഡബിൾ എഡ്ജ്ഡ് സോഡാണ്. രണ്ട് വശവും വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട മരുന്ന് തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ സ്റ്റിറോയിഡ് ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ രക്തത്തിൽ കലരാത്തത് കൊണ്ട് വളരെ പാർശ്വഫലങ്ങൾ തീരെ ഇല്ലാത്ത സ്റ്റിറോയിഡാണ് ഇൻഹേലർ സ്റ്റിറോയിഡ്സ്. അതേപോലെ നമ്മൾ കഴിക്കുന്ന സ്റ്റിറോയിഡിൻ്റെ 20% അല്ലെങ്കിൽ 50% സ്റ്റിറോയിഡ് നമ്മൾ ഇതിലൂടെ വലിക്കുന്നുള്ളൂ. ആസ്മ ഉള്ള ഒരു കുട്ടിക്ക് നമ്മൾ എപ്പോഴാണ് അടിയന്തരമായിട്ട് ചികിത്സയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ടത്? ഇത് മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാര്യം ചില സമയത്ത് നമ്മൾ വീട്ടിലിരുന്ന് മരുന്ന് കൊടുത്ത് എല്ലാവിധ ആസ്മയും ചിലപ്പോൾ ചികിത്സിക്കാൻ കഴിയാതെ വരും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ എന്താണ് ഈ ഡേഞ്ചർ സൈൻസ് ആസ്മയിൽ എന്നുള്ളത് അറിയേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ആസ്മ വരുന്ന കുട്ടിക്ക് പെട്ടെന്ന് തലകറക്കം വരിക, മയക്കം തോന്നുക, ബോധം പോവുക, ഇതൊക്കെ തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം. അതെല്ലാം സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇതിന് പുറമെ നമ്മുടെ കുട്ടിയുടെ ചുണ്ട്, അതേപോലെ നാവ്, കൈനഖങ്ങൾ ഇവരെല്ലാം നീല കളറാവുക, അതും ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. അതിന് പുറമെ നമ്മുടെ കുട്ടി ശ്വസിക്കുമ്പോൾ ഈ നാസാദ്വാരങ്ങൾ വികസിച്ച് വരിക, അതേപോലെ നെഞ്ഞ് കുഴിഞ്ഞു പോവുക, ശ്വാസം എടുക്കാൻ വളരെ ബുദ്ധിമുട്ട് വരിക, കുട്ടിക്ക് വെള്ളം കുടിക്കാൻ കഴിയാതെ വരിക, സംസാരിക്കാൻ കഴിയാതെ വരിക, ഇതെല്ലാം വളരെ സീരിയസ് ആയിട്ടുള്ള ആസ്മയുടെ ലക്ഷണങ്ങളാണ്. ഇത്തരം ലക്ഷണങ്ങൾ ഉള്ള കുട്ടികളെ വളരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അടിയന്തര ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ആസ്മയ്ക്ക് ഉപയോഗിക്കുന്ന ഇൻഹേലർ അതെങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്? അതെ, നേരത്തെ ഞാൻ കാണിച്ച പോലെ ഇതാണ് ഒരു മീറ്റർ ഡോസ് ഇൻഹേലർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ്. ഇതിൽ 120 ഡോസ് മരുന്നുകളുണ്ട്. അതായത് 2 മാസം ഉപയോഗിക്കാനുള്ള മരുന്നുണ്ട്. സാധാരണ നമ്മൾ പ്രിവെൻറ്റേഴ്സായിട്ട് ഉപയോഗിക്കുന്നത് ഇൻഹേൽ കോർട്ടിക്കോസ്റ്റീറോയിഡാണ്. ഉദാഹരണത്തിന് ഫ്ലൂട്ടിക്കസോൾ അല്ലെങ്കിൽ ബുഡസനൈഡ്, ഇതൊക്കെയാണ് കുട്ടികളിൽ ഉപയോഗിക്കുന്നത്. ഈ മരുന്ന് ഓരോ മാത്രയായിട്ടാണ് കൊടുക്കേണ്ടത്. രാവിലെയും വൈകുന്നേരവും ഒരു പ്രത്യേക സമയത്ത് 12 മണിക്കൂർ ഇടവിട്ട് ഇൻഹലേഷൻ കൊടുക്കുക. ഇതെങ്ങനെയാണ് എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ടതാണ്. കാരണം കുറേ ദിവസങ്ങൾ ഉപയോഗിച്ചതിന് ശേഷമേ നമുക്ക് ശ്വാസനാളം ഇതേ രൂപത്തിൽ ആയി കിട്ടുകയുള്ളൂ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വീണ്ടും കുറേ കാലം ഉപയോഗിക്കേണ്ടതാണ്. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ ചെറിയ കുട്ടികളാണെങ്കിൽ നമുക്ക് ഈ ഇൻഹേലർ നേരിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെ സ്പേസറുണ്ട്. ഈ സ്പേസർ ഇങ്ങനെ ഘടിപ്പിച്ചതിന് ശേഷം ഇത് 2-3 പ്രാവശ്യം ഷെയ്ക്ക് ചെയ്യണം. അതിനുശേഷം ഇവിടെ ഘടിപ്പിക്കുക. കുട്ടിയുടെ വായിലോട്ട് ഇത് വെച്ച് കൊടുക്കുക. സാധാരണയായിട്ട് 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഇത് നേരിട്ട് വലിക്കാൻ കഴിയും. 5 വയസ്സിൻ്റെ മുകളിലുള്ള കുട്ടികൾക്ക് ഇത്രയും മതി. എന്നിട്ട് അവരുടെ വായിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇത് ഷെയ്ക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ട് ഇത് ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മരുന്ന് ഈ സ്പേസറിലുണ്ട്. ഇപ്പോൾ ഇനി കുട്ടി വളരെ സാവധാനം ഇത് വലിച്ച് പുറത്തേക്ക് വിടുന്നു. ഇതൊരു 1-1.5 മിനിറ്റ് കുട്ടിക്ക് വലിക്കാം. അപ്പോൾ ഒരു 10-15 പ്രാവശ്യം ശ്വാസകോശത്തിലോട്ട് വന്ന് പുറത്തേക്ക് പോകും. അപ്പോൾ വളരെ ഫലപ്രദമായിട്ട് ശ്വാസകോശത്തിലേക്ക് എത്തുന്ന ഒരു ഡിവൈസാണ് മീറ്റർ ഡോസ് ഇൻഹേലർ വിത്ത് സ്പേസർ. പക്ഷേ ചെറിയ കുട്ടികൾക്ക്, ഇപ്പോൾ 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് നേരിട്ട് വലിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അത്തരം കുട്ടികൾക്ക് സ്പേസർ വിത്ത് മാസ്ക് ഉപയോഗിക്കണം. ഇതാണ് മാസ്ക്. ഈ മാസ്ക് ഇവിടെ ഘടിപ്പിച്ചതിന് ശേഷം കുട്ടിയെ ചെരിച്ച് പിടിച്ചിട്ട് അല്ലെങ്കിൽ കിടത്താം. എന്നിട്ട് കുട്ടിയുടെ മുഖത്തോട്ട് വെച്ചിട്ട് ഇത് നേരത്തെ പറഞ്ഞതുപോലെ പ്രസ് ചെയ്ത് 1 മിനിറ്റ് പിടിക്കാവുന്നതാണ്. 1 മിനിറ്റോളം പിടിക്കണം. അങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ കുട്ടിക്ക് ആവശ്യത്തിനുള്ള മരുന്ന് കുട്ടിയുടെ ശ്വാസകോശത്തിലേക്ക് എത്തുകയും ഫലപ്രദമായിട്ട് ആസ്മ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ വേറൊരു സെക്ഷൻ ആൾക്കാരുണ്ടല്ലോ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തത്. വരുമ്പോൾ എന്നുവെച്ചാൽ അധികം ഉണ്ടാവുമ്പോൾ ചെയ്യുക, പിന്നെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മെഡിസിൻസ് എടുക്കാത്തവർ. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ ഭാവിയിൽ? വളരെ വളരെ ഒരു പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. കാര്യം നമ്മളെ നാട്ടിൽ പ്രധാനമായിട്ടും ഇത് കണ്ടുവരുന്നുണ്ട്. വളരെ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ആളുകൾ വിമുഖത കാട്ടുന്നുണ്ട്. കാര്യം ചുമയില്ലാത്ത സമയത്ത് എന്തിനാണ് നമ്മൾ മരുന്നെടുക്കുന്നതെന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വളർച്ച മുരടിക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവരുടെ ശ്വാസകോശം റീമോഡലിംഗ് നടക്കുമെന്ന് പറയും. കാരണം ശ്വാസകോശം എപ്പോഴും നേരത്തെ കാണിച്ച പോലെ വളരെ ഇൻഫ്ലെയിംഡ് ആയിട്ടിരിക്കും. ശ്വാസകോശത്തിലോട്ട് ശരിക്ക് ശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ല. ശ്വസന ഗമനമുണ്ടല്ലോ,
അത് വളരെ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടും. അങ്ങനെയുള്ള കുട്ടികൾക്ക് വളരെ കാലത്തിന് ശേഷം വീണ്ടും ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാൽ ഫലപ്രദമായിട്ട് ഫലിച്ചോളണമെന്നില്ല. അതാണ് റെസ്പോൺസ് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെ നേരത്തെ തന്നെ ആസ്മ കണ്ടെത്തി ചികിത്സിച്ചാൽ നല്ല റെസ്പോൺസ് ആയിരിക്കും. പിന്നെ ചില കുട്ടികൾക്ക് സാധാരണഗതിയിലെ ഒരു 60, 70, 80% കുട്ടികൾക്കും ഒരു പ്രായം കഴിയുമ്പോൾ ആസ്മ മാറിപ്പോവാറുണ്ട്. അതിന് നമ്മൾ ഗ്രോയിങ് ഔട്ട് ഓഫ് ആസ്മ എന്നാണ് പറയുക. അപ്പോൾ അതുവരെ ഈ ചികിത്സ തുടരേണ്ടത് ആവശ്യമാണ്. ഏതൊക്കെ കുട്ടികൾ ഗ്രോയിങ് ഔട്ട് ഓഫ് ആസ്മ അത് നമുക്ക് പറയാൻ പറ്റില്ല. ചില കുട്ടികൾക്ക് അത് 8 വയസ്സിൽ അല്ലെങ്കിൽ 6 വയസ്സിൽ, ചില കുട്ടികൾക്ക് 10 വയസ്സിൽ, ചില കുട്ടികൾക്ക് 12 വയസ്സിലൊക്കെ ആസ്മ പൂർണ്ണമായിട്ടും മാറിയതായിട്ട് കാണപ്പെടുന്നുണ്ട്. ചില കുട്ടികൾക്ക് വളരെ ചുരുക്കം കുട്ടികൾക്ക് ഇത് വീണ്ടും 15 വയസ്സിന് ശേഷവും തുടർച്ചയായിട്ട് കാണാറുണ്ട്. ഇതിനോട് നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് മറ്റുള്ള അലർജി അസുഖങ്ങൾ, വിട്ടുമാറാത്ത തുമ്മൽ, അതേപോലെ എക്സിമ, തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾ. അപ്പോൾ ചിലപ്പോൾ ആദ്യം എക്സിമ വരും, കുറേ കാലം എക്സിമ ആയിരിക്കും, പിന്നെ കുറേ കഴിഞ്ഞാൽ ശ്വാസം മുട്ട് വരും. അങ്ങനെയുള്ള കുട്ടികളും ഉണ്ടാവാറുണ്ട്. ആസ്മ പോലെയുള്ള മറ്റ് രോഗങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇത് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആസ്മ എല്ലാ ശ്വാസം മുട്ടും വലിവും ആസ്മ ആയിക്കൊള്ളണമെന്നില്ല. മിക്കവാറും 90% അങ്ങനെയാണെങ്കിലും ബാക്കിയുള്ള ചില സീരിയസ് ആയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതേപോലെ ശ്വാസം മുട്ടായിട്ട് കാണാറുണ്ട്. ഉദാഹരണത്തിന് ജന്മന ശ്വാസകോശങ്ങൾക്കുള്ള തകരാറുകൾ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാം, വളരെ നേരത്തെ പ്രസൻറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള കുട്ടികൾ വളർച്ച വളരെ മുരടിച്ച കുട്ടികളായിരിക്കും, സാധാരണയായിട്ട് അങ്ങനെയാണ് കാണുന്നത്. അതേപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള വാൾവിനുണ്ടാകുന്ന അസുഖങ്ങൾ, ഇപ്പോൾ അതേപോലെ സെപ്റ്റത്തിന്, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ്, ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ടാകുന്ന ജന്മന ഹൃദയത്തിന് തകരാറുണ്ടാകുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ന്യൂമോണിയ, കഫക്കെട്ട്, അതേപോലെ ശ്വാസം മുട്ടായിട്ട് അനുഭവപ്പെടാം. പാല് കുടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരാം. അതേപോലെ എന്തെങ്കിലും നമ്മുടെ തരിപ്പിൽ പോകുന്ന കുട്ടികൾക്ക്, ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാല് കുടിക്കുമ്പോൾ തരിപ്പ് പോകുന്നത് വേറെ നേരത്തെ പറഞ്ഞു. അതല്ലാതെ ഇപ്പോൾ ചെറിയ കടലമണികൾ, അല്ലെങ്കിൽ ചെറുപയർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വായിലിട്ട് അത് തരിപ്പിൽ പോയിട്ട് ഫോറിൻ ബോഡി ആസ്പിരേഷൻ എന്ന് പറയും. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടി ന്യൂമോണിയ ആയിട്ട് വരാം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ സംശയമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഹിസ്റ്ററി, അതായത് അമ്മമാർക്ക് പറയാനുണ്ടെങ്കിൽ, ഇപ്പോൾ കുട്ടി കടല കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചുമച്ച് ചോക്ക് ചെയ്ത് പോയി, പെട്ടെന്ന് ചുമ വന്ന്, അങ്ങനെയുള്ള ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഫോറിൻ ബോഡി നമ്മൾ തീർച്ചയായിട്ടും റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ്. ഫോറിൻ ബോഡി ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അതുമുണ്ട്. പിന്നെ വേറെ കുറേ അസുഖങ്ങളുണ്ട് റെയറായിട്ട് വരുന്നത്. ഉദാഹരണത്തിന് ചിലപ്പോൾ ബാലക്ഷയം ഇങ്ങനെയായിട്ട് വരാം. ബാലക്ഷയം എന്ന് പറഞ്ഞാൽ പൾമണറി ട്യൂബർക്കുലോസിസ് ചില കുട്ടികൾക്ക് ശ്വാസം മുട്ടായിട്ട് കാണാറുണ്ട്. അത് ഉള്ള കുട്ടികളാണെങ്കിൽ ഇടയ്ക്ക് ചെറിയ പനി, അതേപോലെ വിശപ്പില്ലായ്മ, തൂക്കക്കുറവ്, അല്ലെങ്കിൽ തൂക്കം നേരായ വണ്ണം വരുന്നില്ല ഫോർ എ പീരീഡ് ഓഫ് ടൈം, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളായിരിക്കും അവർക്കുണ്ടാവുക. അവർക്ക് മിക്കവാറും അവരുടെ വീട്ടിൽ മുതിർന്ന ഏതെങ്കിലും ആളുകൾക്ക് ക്ഷയരോഗം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ക്ഷയരോഗം കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങളും ആസ്മ പോലെ പ്രസൻറ്റ് ചെയ്യാം. അങ്ങനെ ഒട്ടനവധി റെയറായിട്ടുള്ള അസുഖങ്ങളും കോമൺ ആയിട്ടുള്ള അസുഖങ്ങളും ആസ്മയെ പോലെ നമ്മളെ കുട്ടികൾക്ക് കാണുന്നുണ്ട്. അത് നമ്മൾ പരിശോധിച്ച് ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് അത്യാവശ്യമാണ്. ശ്വാസകോശത്തെ ബാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അസുഖമാണ് ന്യൂമോണിയ, നേരത്തെ പറഞ്ഞ പോലെ ആസ്മ കൂടാതെ. അപ്പോൾ ഈ കുട്ടീനെ നമ്മൾ 3 ദിവസം മുമ്പാണ് അഡ്മിറ്റ് ചെയ്തത് ഇവിടെ. കുട്ടി ആദ്യം വന്നപ്പോൾ നല്ല കഠിനമായിട്ടുള്ള പനി, ചുമ, ശ്വാസം മുട്ട് എന്നിവ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനീഷ്യലി നമ്മൾ ICUയിലാണ് കുട്ടീനെ അഡ്മിറ്റ് ചെയ്തത്. അതിനുശേഷം 2 ദിവസം കൊണ്ട് കുട്ടി കുറച്ച് സുഖമായപ്പോൾ വാർഡിലോട്ട് മാറ്റിയത്. അപ്പോൾ ഈ കുട്ടിയുടെ ലക്ഷണങ്ങൾ ഉമ്മാനോട് ചോദിക്കാം. ഉമ്മ, എങ്ങനെയാണ് കുട്ടിക്ക് ആദ്യം ഉണ്ടായത് ഇപ്രാവശ്യം പനി? ആദ്യം പനിയാണ് ഉണ്ടായത്. പിന്നെ അതിനുശേഷം എന്താ ഉണ്ടായത്? ചുമ ഉണ്ടായി, ഛർദി ഉണ്ടായി. ആ, ശ്വാസം മുട്ട് എപ്പോഴാണ് കണ്ടത്? കൂടെ തന്നെ, ചുമയുടെ കൂടെ തന്നെ അപ്പോൾ ആദ്യം ഈ കുട്ടിക്കുണ്ടായത് പനി, ചെറിയ പനി. പിന്നെ 1-2 ദിവസത്തിനുള്ളിൽ ചുമ വന്നു, പനി കൂടി ശക്തിയായിട്ട് പനി വന്നു. ആദ്യം ഇനീഷ്യലി ചുമ, ജലദോഷമാണ് ഉണ്ടാവുക, ന്യൂമോണിയ സാധാരണയായിട്ട്. അതിനുശേഷമാണ് പനി കഠിനമാവും 2 ദിവസത്തിന് ശേഷം. പിന്നെ കുട്ടിക്ക് ചുമ കൂടും, ശ്വാസം മുട്ട് പോലെ അനുഭവപ്പെടും. കുട്ടിയുടെ നമ്മുടെ നെഞ്ഞിൻ്റെ അടിഭാഗം കുഴിഞ്ഞു പോകും ശ്വാസം വലിക്കുമ്പോൾ.
വളരെ ബുദ്ധിമുട്ടിയാണ് ശ്വാസം. ചില കുട്ടികൾക്ക് ശ്വസിക്കുമ്പോൾ ഒരു പ്രത്യേക സൗണ്ട് തന്നെ വരും, നമ്മൾ ഗ്രണ്ടിങ് എന്ന് പറയും. അങ്ങനെ ഗ്രണ്ടിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഉള്ള കുട്ടികൾക്ക് വളരെ സീരിയസ് ആയിട്ട് ന്യൂമോണിയ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ കുട്ടിക്ക് അതുണ്ടായിരുന്നു, ശ്വാസം വിടുമ്പോൾ ഒരു പ്രത്യേകതരം ഒരു ഒച്ച ഉണ്ടായിരുന്നു ഇല്ലമ്മ. അപ്പോൾ ഒരു മുട്ട് പോലെയാണ് വന്നിരുന്നത്. അപ്പോൾ അത് നമ്മൾ ഇവിടെ വന്നു, നമ്മൾ പരിശോധിച്ചതിന് ശേഷം മനസ്സിലായി ന്യൂമോണിയ ആണെന്ന്. അതിനുശേഷം നമ്മൾ എക്സ്റേ എടുത്തു. എക്സ്റേയിൽ നമുക്ക് ന്യൂമോണിയയുടെ പാച്ച് കാണാം. ഈ കുട്ടിയുടെ വലത് സൈഡിലാണ് ഈ കുട്ടിക്ക് ന്യൂമോണിയ ഉള്ളത് ഇപ്പോൾ. അതിനുശേഷം നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ തുടക്കത്തിൽ കുട്ടിക്ക് ഓക്സിജൻ ആവശ്യമായിട്ട് വന്നിരുന്നു. ഓക്സിജൻ കൊടുത്തിരുന്നു. കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് IV ഫ്ലൂയിഡ്, ഗ്ലൂക്കോസ് വഴിയാണ് IV ഫ്ലൂയിഡ് കൊടുത്തിരുന്നത്, ഗ്ലൂക്കോസ് മുഖേന. അങ്ങനെ ഇപ്പോൾ കുട്ടിക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട്, ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ ലോകത്താകമാനം 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക് കൂട്ടുന്ന ഒരു പ്രധാനപ്പെട്ട അസുഖമാണ് ന്യൂമോണിയ. അതേപോലെ കുത്തിവയ്പ്പ് എടുക്കാത്ത കുട്ടികൾ, കുത്തിവയ്പ്പിൻ്റെ കാര്യം പറയുമ്പോഴാണ് ന്യൂമോണിയ പ്രിവെൻറ്റ് ചെയ്യാൻ പല കുത്തിവയ്പ്പുകൾക്കും സഹായം. ഇപ്പോൾ ഉദാഹരണത്തിന് മീസിൽസ് വന്നു കഴിഞ്ഞാൽ ന്യൂമോണിയ വരാനുള്ള ചാൻസ് കൂടുതലാണ്, കോംപ്ലിക്കേഷനായിട്ട് പറയാറുണ്ട്. അപ്പോൾ മീസിൽസ് കുത്തിവയ്പ്പെടുത്ത കുട്ടികൾക്ക് ന്യൂമോണിയ കുറവായിരിക്കും. മീസിൽസ് വന്ന കുട്ടികൾക്കാണ് ന്യൂമോണിയ വരാൻ ചാൻസ് കൂടുതൽ. വേറെ ഒരു കാര്യം, ഇടക്കിടക്ക് ന്യൂമോണിയ വരുന്ന കുട്ടികൾക്ക് ജന്മനാ ശ്വാസകോശത്തിന് തകരാറ് ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. കാര്യം ജന്മനാ ശ്വാസകോശത്തിന് തകരാറുള്ള കുട്ടികൾക്ക് ന്യൂമോണിയ ഇടക്കിടക്ക് കാണാറുണ്ട്. അതേപോലെ തന്നെ രോഗപ്രതിരോധ കുറവുള്ള കുട്ടികൾ, ഇപ്പോൾ ജന്മനാ ഉള്ള കുട്ടികളുണ്ട്, കഞ്ചനിറ്റൽ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്ന് പറയും. അത് വളരെ വിരളമായിട്ടാണ് കാണുന്നത്. എന്നിരുന്നാലും അതും ചിന്തിക്കേണ്ടതാണ് ഇങ്ങനെ വരുന്ന കുട്ടികൾക്ക്. ഹൃദയ സംബന്ധമായി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തകരാറുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ഷണ്ട് എന്നാ പറയുക. അതായത് ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്ന് റൈറ്റ് വെൻട്രിക്കിളോട്ട് ബ്ലഡ് കൂടുതലായിട്ട് പോയി അത് നമ്മുടെ ശ്വാസകോശത്തിൽ കഞ്ചഷൻ ഉണ്ടാക്കി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ന്യൂമോണിയ വരുന്നതാണ് ഈ അസുഖങ്ങൾ. അപ്പോൾ ശ്വാസകോശമായ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മാത്രമല്ല, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കൊണ്ടും ന്യൂമോണിയ വരാം, ഇടയ്ക്കിടയ്ക്കുള്ള ന്യൂമോണിയ വരാം. സർ, എന്തൊക്കെ തരത്തിലുള്ള ടെസ്റ്റുകളാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ ചെയ്യുന്നത്? അതെ, പ്രധാനമായിട്ടും നമ്മൾ കുട്ടീനെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എക്സ്റേ എടുക്കണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ ഗുരുതരമായിട്ടുള്ള ലക്ഷണങ്ങളുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും എക്സ്റേ വേണം. ഗുരുതരമായിട്ടുള്ള ലക്ഷണങ്ങൾ നേരത്തെ ആസ്മയുടെ കാര്യം പറഞ്ഞ പോലെ കുട്ടിയുടെ നഖങ്ങൾ, അതേപോലെ ചുണ്ട്, നാവ് നീല കളറാവുക, ബോധക്ഷയം വരിക, അപസ്മാരം വരിക, അങ്ങനെ ഉള്ള ലക്ഷണങ്ങളുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും എക്സ്റേ വേണം. അതേപോലെ സിവിയർ ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ, നമ്മുടെ നാസാരന്ധ്രങ്ങൾ വികസിച്ച് പോവുക, കുട്ടിയുടെ നെഞ്ഞിൻ്റെ അടിവശം പൊഴിഞ്ഞു പോവുക, കുട്ടിക്ക് സംസാരിക്കാൻ കഴിയാതെ പറ്റുക, മുല കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ മുല കുടിക്കാൻ കഴിയാതെ വരിക, ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ വരിക, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും സിവിയർ ന്യൂമോണിയയാണ്. അവർക്ക് ഓക്സിജൻ വേണം, അവിടെ അഡ്മിറ്റ് ചെയ്യണം, എക്സ്റേ നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ്. അതാണ് ഈ കുട്ടിക്ക് എക്സ്റേ എടുത്തത്. ഇതിന് പുറമെ നമ്മൾ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. രക്തം പരിശോധിച്ച് അതിൽ എത്രമാത്രം അണുബാധ ഈ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് നോക്കും. ചില കുട്ടികളിൽ ഇടയ്ക്കിടയ്ക്ക് ന്യൂമോണിയ വരുന്ന കുട്ടികളുണ്ടാവും. അവരിൽ ജന്മന ശ്വാസകോശത്തിന് തകരാറില്ല, അങ്ങനെയുള്ള അസുഖങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിന് സ്പെഷ്യൽ ടെസ്റ്റുകൾ ആവശ്യമാണ്. ഉദാഹരണത്തിന് CT സ്കാൻ പോലുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ജനിതകമായിട്ടുള്ള രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ വേറെ ടെസ്റ്റുകളുണ്ട്. സാധാരണയായിട്ട് അതിൻ്റെ ആവശ്യം വരാറില്ല. ഇത്രയും ടെസ്റ്റുകളാണ്. പിന്നെ നമ്മൾ കുട്ടിക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നോക്കും കുട്ടി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ. അങ്ങനെ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ വീണ്ടും എക്സ്റേ എടുക്കേണ്ടി വരും. ഈ കുട്ടിക്ക് വീണ്ടും ഒരു ചെറിയ പനി വന്നിട്ടുണ്ട്, വയറുവേദന പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ കുട്ടിക്ക് ഒരു എക്സ്റേ ആവശ്യമായിട്ട് വരും. പിന്നെ നെഞ്ഞിന് തന്നെ നമ്മൾ അൾട്രാസൗണ്ട് ചെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ പഴുപ്പ് കെട്ടി കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട്, ഫ്ലൂയിഡ് ഉണ്ടോ എന്നെല്ലാം അറിയാൻ USG ചെസ്റ്റ് ചിലപ്പോൾ എടുക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് സാധാരണഗതിയിൽ ഇൻവെസ്റ്റിഗേഷനായിട്ട് വരുന്നത്. കുട്ടികളിലെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ആഴ്ചത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തത്. കറക്റ്റായ രീതിയിൽ പോഷകാഹാരം കഴിക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചും വാക്സിനേഷൻ അഥവാ പ്രതിരോധ കുത്തിവയ്പ്പ് ഇത് എത്രത്തോളം സീരിയസ്നെസ് ആവാതെ നമുക്ക് അതെങ്ങനെ കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചും, ഇനി അഥവാ ഇൻഫെക്ഷൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഏവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. ബൈ.